ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ആദില നൂറ വിഷയത്തിൽ ഫൈസൽ മലബാർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെ താങ്ങിക്കൊണ്ട് ടിനി ടോം ഒരു കമന്റ് ഇട്ടു. അതിനുശേഷം വേറൊരാൾ കമന്റ് ഇട്ടു. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ട് പൂരെ തെറിവിളിയും ബഹളവും കോമഡിയും ഒക്കെ നടത്തിയ ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ ആദില നൂറയെ ഹൗസ് വാമിങ്ങിന് വിളിച്ചതിന് ചൊല്ലി നമ്മുടെ ഫൈസൽ മലബാർ തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആരും വിളിക്കേണ്ടായിരുന്നില്ല ലെവലിൽ. അതിനുശേഷം അദ്ദേഹം സോറിയൊക്കെ പറഞ്ഞിട്ടോ. ആ പ്രശ്നമല്ല നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ടിനി ടോം അതിൻ്റെ താഴെ ഒരു കമന്റ് ഇട്ടു, വിത്ത് യു ഓൾവേസ് ഇക്ക, എപ്പോഴും നിങ്ങളോട് കൂടിയേ തന്നെ ഞാൻ എന്നുള്ള ലെവലിൽ ഇട്ടു. റിയലി ഹ്യൂമൻ ബീയിങ്, നല്ല മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാണെന്നുള്ള ലെവലിൽ ഇട്ടു. ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന് താഴെ വേറൊരാളൊരു കമന്റ് ഇട്ടു, ടിനി ടോം നിങ്ങൾ സ്വന്തം നിലപാട് പറയൂ, മുന്തിയന്മാരുടെ ചെരുപ്പ് നക്കാതെ മിമിക്രിക്കാരുടെ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് മിമിക്രി ചെയ്ത പെണ്ണിനോട് കുടുംബത്തിൽ പിറന്ന പെണ്ണാണോ എങ്കിൽ കുക്കറി ഷോ പോയി ചെയ്യൂ എന്ന് പറഞ്ഞു. മിമിക്രിക്കാരുടെ ഒരു ബോഡി ഷെയ്മിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതിനെതിരെ ഒരു പെണ്ണൊരു ഷോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഷോയ്ക്ക് ഇദ്ദേഹം ടിനി ടോം കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, കുടുംബത്തിൽ പിറന്ന പെണ്ണാണെങ്കിൽ ഇങ്ങനെ ഞങ്ങളെ കളിയാക്കാതെ പോയിട്ട് കുക്കറി ഷോ ചെയ്യൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ആളല്ലേ നിങ്ങൾ, അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിലപാട് പറയൂ എന്ന് പറഞ്ഞ ഒരാളൊരു കമന്റ് ഇട്ടു. ഇതിനെതിരെ നമ്മുടെ ടിനി ടോം അങ്ങോട്ട് ചൊറിഞ്ഞു. ടിനി ടോം അത് ഉടനെ തന്നെ ഇയാളെ ബന്ധപ്പെടാൻ വേണ്ടി ഫോൺ നമ്പർ തരാൻ പറഞ്ഞു. അപ്പോൾ ഇയാള് ഫോൺ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ടിനി ടോം ഫോൺ നമ്പർ താ, എനിക്ക് നിന്നെ വിളിക്കണം, നിന്നെ കാണണം, നിന്നെ കണ്ടിട്ടേ, അപ്പം എന്തിനാണ് വിളിക്കുന്നത്, നിനക്കൊരു ഉമ്മ തരാനാണിടാ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കോമഡി ദേഷ്യത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അയാൾ നമ്പർ കൊടുക്കാതെ ഇപ്പോൾ എന്ത് ചെയ്തു, FBയിൽ കൂടി നേരെ വിളിച്ചു, ഫേസ്ബുക്കിൽ കൂടി നേരെ വിളിച്ച് അയാളെ പൂരെ ചീത്ത പറയുന്നതാണ്. ആ സൗണ്ട്, ആ ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം കേട്ടോ. വിഷയത്തിൽ പൈസയൊക്കെ മലബാർ വന്ന ഒരു മെഴുകിയ തരത്തിലുള്ള ഒരു മാപ്പ് പറച്ചിൽ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ തൊട്ട് തൊടാതെ ആൾക്കാരുടെ പൊങ്കാലി എല്ലാം കൂടെ സഹിക്കാൻ വയ്യാതെ പുള്ളി ഒരു മാപ്പ് പറച്ചിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മിമിക്രി താരങ്ങളുടെ തലതൊട്ടപ്പനായ അപ്പോസ്തലൻ ടിനി ടോം എല്ലാ വള്ളിക്കെട്ടും ചാടിപ്പിക്കുന്ന ടീമാണ്. ഇവിടെ വന്നിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, വിത്ത് യു ഓൾവേസ് ഇക്ക, വിത്ത് യു ഓൾവേസ് ഇക്ക. എന്നിട്ട് ഇക്കയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദ റിയൽ ഹ്യൂമൻ ബീയിങ് എന്നാണ്. ഇതാണ് മനുഷ്യത്വം. അപ്പോൾ ടിനി ടോമിന് ഞാനൊരു മറുപടി കൊടുത്തത്, നിങ്ങൾ ആദ്യം ഇതിനെക്കുറിച്ചുള്ള സ്വന്തം നിലപാട് പറ. മുന്തിയവന്മാരുടെ ചെരുപ്പ് നക്കാൻ നോക്കാതെ മിമിക്രിക്കാരുടെ ബോഡി ഷെയ്മിങ്ങിനെ പറ്റി വീഡിയോ ചെയ്ത പെണ്ണിനോട് നീ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണെങ്കിൽ കുക്കറി ഷോ പോയി ചെയ്യാൻ പറഞ്ഞ സംസ്കാര സമ്പന്ന ടീമല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടു. അണ്ണത് പിടിച്ചില്ല. അണ്ണൻ പറഞ്ഞ് ഡിയർ പ്ലീസ് കം സ്ട്രൈറ്റ് ആൻഡ് ടോക്ക് ടു മീ. അതായത് പുള്ളിയുടെ നേരിട്ട് സംസാരിക്കാൻ പറയും. ഇത് പുള്ളിയുടെ തീരെ നമ്പരാണ്. പുള്ളി ആര് വിമർശിച്ച് കമന്റ് ഇട്ടാലും അപ്പം തന്നെ അവർ ഇൻബോക്സിൽ ചെല്ലുക, നിന്റെ നമ്പർ കാണാം, ഞാൻ വിളിക്കട്ടെ, ഇപ്പൊ തന്നെ ശരിയാക്കി തരാം എന്ന രീതിയിലായിരിക്കും പറയുന്നത്. അപ്പോൾ എന്റെ ഇൻബോക്സിൽ വന്നിട്ട് നമ്പർ സ്വാഭാവികമായിട്ടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്റെ ഇൻബോക്സിൽ വന്ന് പുള്ളി നമ്പർ ചോദിച്ചു. നമ്പർ ചോദിച്ചപ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. സോ ഫേസ്ബുക്കിൽ പുള്ളി കോൾ ചെയ്തു എന്നെ. ഓക്കെ, ആ കോളിംഗ് ആണ് കേട്ടോ, നമ്മൾ ആ സംഭാഷണമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. കുറ്റം പറയാം, അപ്പൊ താൻ നന്നാവും. അപ്പൊ തനിക്ക് ഗുണങ്ങൾ വരും. ഞങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളൊന്നും ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഗുണങ്ങളാ. ഞങ്ങൾക്ക് നിങ്ങളെ താങ്ങിയിട്ടുള്ള ഗുണം വേണ്ട. അടുത്ത തലമുറക്ക് വലിയ ശാപം കിട്ടും. ശാപം എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പൊ ഇനി എന്ത് ചെയ്യും? ആദില നൂറ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടല്ല. ആരാണ് അവരൊക്കെ? ആരാണ്? അപ്പൊ നിങ്ങൾ പോയി ആ മറ്റേ ഇക്കൊപ്പം ചക്കൊപ്പം എന്ന് പറഞ്ഞത് ആരാ അവർ? എടാ പൊന്നെ, ചക്കരക്കൂടാ. മോൻ പറയടാ, നീ പറയടാ മോനെ, നീ പറ, കേട്ടോണ്ടിരിക്കുവല്ലേ. മോനെനിക്ക് നേരിട്ടൊന്ന് കണ്ടാ മതി, ഒരു ഉമ്മ തരാനാ. അയ്യോ വേണ്ട, നിങ്ങളെ പോലുള്ളവരെന്ന് കാണാൻ ഞങ്ങൾ അങ്ങനെ പുറകെ നടക്കുന്നവരല്ല. അത്രയ്ക്ക് ഗതികേടില്ല, അത്രയ്ക്ക് ഗതികെട്ടിരിക്കുവല്ല, മനസ്സിലായില്ലേ? നമ്മളൊക്കെ ചെരുപ്പ് നോക്കിയുള്ള പാവങ്ങൾ പിച്ചക്കാരാണ്. ഇപ്പൊ നിങ്ങളുടെ കമന്റ് അല്ല, നിങ്ങൾ ഇപ്പൊ പറയുന്നത് തന്നെ മനസ്സിലായില്ല. ആരാ ആദില നൂറ? ആ വിഷയത്തിൽ നിങ്ങളുടെ എന്താണ് ചോദിച്ചത്? നിങ്ങൾക്ക് പറയാനുള്ള തന്റേടമില്ല. നിങ്ങൾക്ക് ഒരു നിലപാട് പറയാനുള്ള തന്റേടമില്ലെങ്കിൽ പിന്നെ ഗുണ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തോ കാര്യമാണ്. എനിക്ക് എന്റേതായ നിലപാട്, എനിക്ക് എല്ലാവരെ കുറിച്ച് നിലപാട് പറയാൻ. ചേട്ടനെ കുറിച്ച് പറയാം, സാറിനെ കുറിച്ച് പറയാം. സാറ് അടിപൊളിയോ? അയ്യോ എന്നെ കുറിച്ച് പറയണ്ട, നമ്മൾ ആ വിഷയത്തെ കുറിച്ച് പറയാം. നിങ്ങൾ വന്നിട്ട് എന്തും നടന്നാലും നിൽക്കൊപ്പം എന്ത് എനിക്കത് പറയേണ്ട ആവശ്യമില്ല. എന്റെ ഇഷ്ടമാണ്. എനിക്ക് നിലപാട്, ഞാൻ നിലപാട് പറയാൻ നടക്കുന്ന നിലപാടിലെ സംസ്ഥാന പ്രസിഡന്റ് അല്ല. അയ്യോ നിങ്ങൾക്ക് ബാക്കി എല്ലാത്തിനും നിലപാടുണ്ടല്ലോ. ബാക്കി എല്ലാത്തിനും നിലപാടുള്ള ആളാണല്ലോ. ശരിക്കും നമ്മുടെ ഈ ടിനി ടോമിന് എന്ത് നിലപാടാണുള്ളത്? ഈ ശബ്ദം, ഈ വോയിസ് കേട്ട് ചിരിക്കാം എന്നല്ലാതെ എന്ത് നിലപാടുണ്ട്? ആരാണ് ഈ ആദില നൂറാന്ന് ചോദിക്കുന്നത്? ആദില നൂറയെ അറിയാത്തൊരാരുമില്ല. പിന്നെ ഫൈസലിൻ്റെ ഒപ്പം, മലബാർ ഫൈസലിൻ്റെ ഒപ്പം എന്ന് പറയുമ്പോൾ അതിൽ ഹ്യൂമാനിറ്റി ഉണ്ടോ? അതായത് വിളിച്ചു വരുത്തി അപമാനിച്ച ആളാണ് ഫൈസൽ. ആദില നൂറ ആരും ആയിക്കോട്ടെ, അവരെന്തോ ചെയ്തോട്ടെ. ഇപ്പം എത്ര തെണ്ടിത്തരം ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും വീട്ടിൽ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അപമാനിക്കാൻ പാടില്ല. അവരുടെ സൈഡ് വേറെ, അത് നമ്മൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിരുന്നു. എന്നിട്ട് ആ പറഞ്ഞ ഫൈസലിനെ പിന്താങ്ങിക്കൊണ്ട് ഓൾവേസ്, അതൊരിക്കലും ശരിയല്ല. ടിനി ടോമേ, ഇത് ശരിയേ